ഹലോ, എല്ലാവർക്കും ലച്ചൂസ് മോനൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടി ടിപ്പാണ്. ആരും യൂട്യൂബിൽ ഇതുവരെ ആരും പറഞ്ഞു തരാത്ത ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാനിപ്പോൾ നിങ്ങൾ ലൈവായിട്ട് എൻ്റെ റിസൾട്ട് ഒന്ന് കാണുക. കണ്ടിട്ട് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ എന്താണ് ഞാൻ ചെയ്തത് എന്നുള്ള വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഒരു 1-2 ഷെയ്ഡ് ലൈറ്റനിങ്ങും ആ ഒരു ബ്രൈറ്റനിങ്ങും എല്ലാം കൂടെ ചേർന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. അപ്പം ഞാൻ ചെയ്ത് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയത് നിങ്ങളിപ്പം തന്നെ കാണുക. ഈ ഒരു റിസൾട്ട് ഉണ്ടോ നിങ്ങൾക്ക് കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ നോക്കുക. അത്ര ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. യൂട്യൂബിൽ ഇതുവരെ ആരും പറഞ്ഞു തരാത്ത ഒരു ട്രിക്കാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന സാധനം വെച്ചും ചെയ്യാൻ പറ്റിയൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളപ്പം ഈ പായ്ക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത്, എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ ചേർത്തത് എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്കതിന് വേണ്ടുന്ന നമ്മുടെ ഈ മാജിക്കൽ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മുടെ ഉലുവയാണ്. ഉലുവ ഞാൻ ഇട്ടേക്കുന്നത് നമ്മുടെ കഞ്ഞിവെള്ളത്തിനായിട്ടോ. നമ്മുടെ പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ആ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് നമ്മൾ കുറച്ച് ഉലുവ എടുത്ത് ഇട്ടേക്കുക, സോക്ക് ചെയ്യാൻ വെക്കുക. തലേന്നിട്ടാൽ അത്രയും നല്ലത്. അതല്ല നമുക്ക് രാവിലെ ചെയ്യേണ്ടത്, നമ്മൾ വെളുപ്പിനെയൊക്കെ ഒരു 4-5 മണിക്കൂറിന് മുമ്പ് ഉലുവ ഇതുപോലെ കഞ്ഞിവെള്ളത്തിനകത്ത് ഇട്ട് സോക്ക് ചെയ്യാൻ വെക്കുക നല്ലതുപോലെ. എന്നിട്ട് നമുക്ക് ഈ കഞ്ഞിവെള്ളവും ഉലുവയുടെ നല്ല പേസ്റ്റ് രൂപത്തിൽ മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുക്കണമേ. കുറച്ച് കഞ്ഞിവെള്ളം നമ്മൾ മാറ്റി വെച്ചേക്കണം. നമ്മൾ മിക്സ് ചെയ്യുന്നതും കഞ്ഞിവെള്ളത്തിലാണ്. അപ്പം ഞാൻ ഉലുവ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി. നമ്മളിത് ഒരു ബൗളും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കൂട്ട് മിക്സ് ചെയ്യും. നമ്മളിതിനകത്തോട്ടൊരു പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ ഒരു പാത്രത്തിനകത്തോട്ട് 1 സ്പൂണ് നമ്മുടെ ഫേസ് പാക്കിന് ആവശ്യമായിട്ടുള്ള ഉലുവ ഇട്ട് കൊടുക്കും. ഞാനൊരു 1.5 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിനകത്തോട്ട് ചേർക്കുന്നത് നമ്മുടെ മാജിക്കൽ പൗഡറായിട്ടുള്ള മുൾത്താണി മിട്ടിയാണ് 1 സ്പൂണ്. ഉലുവയുടെ ഗുണങ്ങളും മുൾത്താണിമിട്ടിയുടെ ഗുണങ്ങളും ഞാൻ എപ്പോഴും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഉലുവ എന്ന് പറയുന്നത് നമ്മൾ വൈറ്റമിൻ ഇയും സിയും ഒക്കെ റിച്ചായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ഉലുവ മുടിക്കായാലും ഫേസിനായാലും നമ്മൾ ഇൻടേക്ക് ചെയ്യാനായാലും എല്ലാം ഭയങ്കര ഗുണമുള്ള ഒരു സാധനമാണ്. നമ്മുടെ ഫേസിന് പെട്ടെന്നൊരു ഗ്ലോ കൊണ്ടുവരാനും പിന്നെ നല്ലൊരു ഷൈനിങ്, എപ്പോഴും ഫേസ് മോയ്സ്ചറായിട്ടിരിക്കാനും എല്ലാം നമ്മുടെ ഉലുവ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ മുൾത്താണിമിട്ടി ഈക്വലായിട്ട് നിൽക്കുന്ന ഒന്നാണ്. മുൾത്താണിമിട്ടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഒരു ക്ലേ ആണെന്നുള്ളത്. ഇത് നമ്മുടെ ഫേസിൽ എത്ര ഓയിലി സ്കിന്നായാലും നമ്മൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും. ഓയിലിനെ നല്ല പോലെ ബാലൻസ് ചെയ്യാൻ പറ്റും. പെട്ടെന്നൊരു ലൈറ്റനിങ് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ കഞ്ഞിവെള്ളവും ആസ് യൂഷ്വൽ നമ്മുടെ കഞ്ഞിവെള്ളവും ചോറും എല്ലാത്തിൻ്റെയും ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. സ്കിന്നിനും നമ്മുടെ ഹെയറിനും എല്ലാം ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം. ഇത് ഞാൻ നമ്മുടെ ഫേസ് പാക്ക് നല്ല വൃത്തിയായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാലൻസ് ഉലുവ നമ്മൾ കളയേണ്ട യാതൊരു കാര്യമില്ല. അതിനകത്തോട്ട് ആ കഞ്ഞിവെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അതിന് വേണ്ടി മാറ്റി വെക്കുവാണ്. അപ്പം ഈ ഒരു ഫേസ് പാക്ക് നമുക്കൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഞാനപ്പോൾ എൻ്റെ ഫേസിൽ പൊട്ടും കുങ്കുമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇത് പാക്ക് ഇടുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് നല്ലതുപോലെ ഒന്ന് കഴുകണമേ. അപ്പം ഞാൻ എൻ്റെ ഫേസ് ഒന്ന് കഴുകിയിട്ട് വരട്ടെ, എന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫേസ് നല്ലതുപോലെ കഴുകിയിട്ടുണ്ട്. സാധാ വെള്ളത്തിലാണ് കഴുകിയേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ പായ്ക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല, നല്ല അത്ര റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് പാക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മുൾത്താണിമിട്ടി മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതി. ഇപ്പോൾ കഞ്ഞിവെള്ളം ഇല്ലാത്തവർക്ക് നമുക്കിത് തൈര് ഉപയോഗിച്ചിട്ട് ചെയ്യാം, പാൽ ഉപയോഗിച്ചിട്ടും ചെയ്യാം. അതായത് ഉലുവ തൈരിനകത്തോ പാലിനകത്തോ കുതിർക്കാനിട്ടിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഉലുവ തൈരിലും പാലിലും ഒക്കെ അരച്ച് വെറുതെ മുഖത്തിടുന്നതൊക്കെ നല്ലതാണ്, ഏറ്റവും നല്ലതാണ്. നമ്മളതിൻ്റെ കൂടെ നമ്മൾ മുൾത്താണിമിട്ടി ആഡ് ചെയ്താൽ ഒന്നുകൂടെ ബെസ്റ്റാണ്. മുൾത്താണിമിട്ടി കിട്ടാനില്ലാത്തവർക്ക് വേണമെങ്കിൽ കടലമാവ് യൂസ് ചെയ്യാം കേട്ടോ, റിസൾട്ട് കിട്ടും.
അപ്പോൾ ഈ ഒരു പായ്ക്ക് ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ ഇതേ രൂപത്തിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കാമെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച അടുപ്പിച്ച് നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ ഫേസിന് നല്ലൊരു എന്താ പറയേണ്ടത്, നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ആയാലും വൈറ്റ് ഹെഡ്സ് ആയാലും നമ്മുടെ അതുപോലെ തന്നെ കുഞ്ഞു നമ്മൾ മുഖക്കുരു വന്ന് പൊട്ടിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ പാടുകളൊക്കെ ഇല്ലേ, കറുത്ത പാടുകൾ, ഇതൊക്കെ നല്ല പോലെ ഫെയ്ഡാവാൻ ഒരാഴ്ച നമ്മളിത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ റിസൾട്ട് കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഒരു ഡാർക്ക് സ്കിൻ ടോൺ ആണ്. ഇപ്പോഴും ഞാൻ ഇതുപോലെ ഓരോ പാക്ക് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടുന്നത് കൊണ്ടാണ് നിങ്ങളുടെ മുന്നിലോട്ട് വീഡിയോ ആയിട്ട് ധൈര്യമായിട്ട് വരുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ തന്നെ ചെയ്ത് എടുത്തതാണ്. യൂട്യൂബിൽ ഒരു മനുഷ്യരും ഇട്ടിട്ടില്ല ഇങ്ങനെ ഈ ഒരു കൂട്ട്. അപ്പം നിങ്ങളത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല കട്ടിയായിട്ട് മുഖത്തിട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗ്ലേസിങ് ആണ്. എന്താ പറയണ്ടത്, ഉലുവ നല്ല രസം നമ്മുടെ ഫേസിൽ. കഴുത്തിലിടാൻ പറ്റുന്നവർ മാക്സിമം കഴുത്തിലൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ എന്തായാലും കഴുത്തിലിടുന്നില്ല. അപ്പം ഞാൻ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഏകദേശം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഡ്രൈ ആയിട്ടുണ്ട്. ഉലുവ ഉള്ളതുകൊണ്ട് ചെറിയൊരു കുഴച്ചിൽ എന്തായാലും മുഖത്ത് കാണും, അത്രയും വലിയില്ല. അപ്പം ഞാനിവിടെ ഒരു തുണി എടുത്തിട്ട് വെള്ളത്തിൽ മുക്കി നിങ്ങളെ അത് കാണിച്ചു തരാവേ എത്രമാത്രം എൻ്റെ ഫേസിനകത്ത് അത് സ്യൂട്ടായിട്ടുണ്ടെന്ന്. അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട്, അതായത് ഈ ഒരു വീഡിയോ കണ്ട് ചെയ്യുന്നവർക്ക് റിസൾട്ട് എൻ്റെ ഈ വീഡിയോയ്ക്ക് തന്നെ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം എല്ലാവർക്കും അതൊരു ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നോക്കി എത്ര നല്ല റിസൾട്ടാണെന്ന് നോക്കി. എൻ്റെ ഫേസിന് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. വണ്ടി പോയിട്ടാണ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തത്. അപ്പം നിങ്ങളിതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെന്നിട്ട് കൈ ഒന്ന് നനച്ചിട്ടൊന്ന് ഫേസ് ഒന്ന് മസാജ് ചെയ്തൊന്ന് കഴുകിക്കളയാം കേട്ടോ. ഉലുവ ആയതുകൊണ്ട് കുഴകുഴാന്നിരിക്കും. നമ്മൾ ആ ഒരു രീതി തന്നെ ഒന്ന് മസാജ് ചെയ്ത് കഴുകിയെടുക്കുക. നമ്മുടെ ഫേസിലുണ്ടാകുന്ന വിസിബിളായിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാകും. ഉലുവയും മുൾത്താണിമിട്ടിയും കഞ്ഞിവെള്ളവും ഒക്കെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ ഫേസിൽ, ഹെയറിൽ നമ്മൾ അകത്തോട്ട് കൊടുക്കുന്ന ഇൻ്റെയൊക്കെ ചെയ്യുന്നതല്ല. അപ്പോൾ പിന്നെ നമ്മളത് മൂന്നുകൂടെ കൂട്ടാക്കി ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിനുണ്ടാകുന്ന റിസൾട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് റിസൾട്ട് കിട്ടി, 100% എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് പാക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ലൈറ്റ് ഇട്ടിട്ടില്ല. നിങ്ങൾക്കറിയാം ഞാൻ കിച്ചണിൽ നിന്നാണ് ചെയ്യുന്നത്. ലൈറ്റ് ബാക്കിലുണ്ട്, ലൈറ്റ് ഇട്ടിട്ടില്ല, ഫിൽറ്ററും ഇല്ല. പിന്നെ ഞാൻ ജനലിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യുന്നതിൻ്റെ ആ ഒരു വെട്ടമുണ്ട് കേട്ടോ. കാരണം നമ്മുടെ നോർമൽ വെട്ടത്തിൻ്റെ അടുക്ക നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇത് നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. അല്ലാതെ റിംഗ് ലൈറ്റും നമ്മുടെ ലൈറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്ന ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ഈ ചെറിയ ചാനൽ ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുന്ന വീഡിയോസ് നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും അന്നേരം തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതേ നോക്കിയാൽ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഫേസ് ഞാൻ നല്ലതുപോലെ കഴുകിയിട്ടില്ല. എല്ലായിടും അവിടെ ഇവിടെയൊക്കെ പായ്ക്കിൻ്റെ ഇതിരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.